ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നുള്ള ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം, സെൽഫ് ഇടയ്ക്ക് വർക്കാവുള്ളതെന്ന് പറയുന്നുണ്ട്, പിന്നെ സ്ലോ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ പുതിയ ലൈൻഡറാണ്, കമ്പനി ലൈൻഡറൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ടയറിൻ്റെ കണ്ടീഷനായാലും ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. കാര്യമായിട്ടില്ല, ചെറിയൊരു ലൂസ് കാണിക്കുന്നുള്ളൂ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിടുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല ഫിൽറ്ററാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും അത് രണ്ടും കൂടി മാറ്റിയിടണം. പിന്നെ നമുക്ക് അതിൻ്റെ നിലവിൽ ഈ കാർബറേറ്ററിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ നനവ് പോലെ കാണുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ സമയങ്ങളിലൊക്കെ വയ്ക്കുമ്പോൾ പെട്രോൾ ഓഫ് ചെയ്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം എന്ന് വെച്ചാൽ നൈറ്റൊക്കെ വയ്ക്കുന്ന സമയത്ത് ഓഫ് ചെയ്ത് വയ്ക്കുക. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കാർബറേറ്ററുകളിൽ ചില വണ്ടികളുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ചില വണ്ടികളല്ല, കുറേ വണ്ടികൾക്ക് പ്രോബ്ലം കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഈ അലുമിനിയം ബോഡി ആയിട്ടുള്ള കാർബറേറ്ററിനകത്തേക്ക് ഈ പെട്രോൾ കിടക്കുമ്പോൾ അത് മെൽറ്റായിട്ട് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ദ്രവിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി വണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ മാത്രം കാർബറേറ്റർ അഴിച്ചാൽ മതി. അതല്ലെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ക്ലീൻ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാർബറേറ്റർ കംപ്ലയിൻറ്റിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണിക്കുകയോ വണ്ടി മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കാർബറേറ്റർ അഴിച്ചാൽ മതി കേട്ടോ. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമ്മളത് അഡീഷണലായിട്ട് ചെയ്യേണ്ട കേസാണ്. പക്ഷേ എന്നാലും ഞാൻ അതിൻ്റെ പൈപ്പിൽ നനവ് കണ്ടതുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നമുക്ക് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കാവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ഒരല്പം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 12.80 വരെ കാണിക്കുന്നുണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ. നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 6.90 പോകുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡൗൺ ആകുമ്പോഴാണ് ആ പ്രോബ്ലം വരാൻ മെയിനായിട്ട്. അപ്പോൾ ഞാൻ നിലവിലിപ്പോൾ നമുക്ക് കണ്ടല്ലോ ബാറ്ററി ഒന്ന് അഴിച്ചിട്ടൊന്ന് ബാറ്ററി ചാർജിലേക്ക് പുറത്തെടുത്ത് ഫുൾ ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടി കയറ്റി വയ്ക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആകൊണ്ടാണ് നിലവിൽ നമുക്ക് സെൽഫിൻ്റെ പ്രശ്നം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നത്. പിന്നെ തന്നെയല്ല നമുക്കിത് ഇരിക്കണ സെൽഫ് മോട്ടറും കമ്പനി മോട്ടറും ഒന്നുമല്ല, ലൂക്കാസ് കുറഞ്ഞൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു, ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വീൽ ബെയറിങ്ങും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിരുന്നുണ്ട്. പാഡ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഈ ബ്രാക്കറ്റ് അസംബ്ലി ചെറിയൊരു ടൈറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ടയർ പ്രഷർ, ഫ്രണ്ടും ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് നോക്കാം. ടയറിൻ്റെ എയർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കോൺസെപ്റ്റിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തരാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഇൻഡിക്കേറ്റർ, ഹോണ്, ഹെഡ്ലൈറ്റ് അതൊക്കെ വർക്കിംഗ് ആണോ എന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് ജനറൽ സർവീസിൽ വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ.